ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയൊരു ഗ്യാപ്പപ്പ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്കൊരു ഗ്യാപ്പപ്പ് കിട്ടി. ആ ഗ്യാപ്പപ്പ് ഞാൻ പറഞ്ഞു രാവിലെ നമുക്ക് 23,916 എന്ന് പറയുന്ന ടെമ്പററി ലൈനുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് പ്രതീക്ഷ നമുക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ 23,960. അപ്പം ഇത് സസ്റ്റെയിൻ ചെയ്യണം. നമുക്ക് ഇത് 23,960 പൊട്ടിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 24,000 കിട്ടും എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഇല്ലേ? നമുക്കിവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയാണ്. ഈ ഏരിയ പൊട്ടിച്ച് താഴെ പോയി. ഈ ഏരിയ പൊട്ടിച്ച് താഴെ പോയെങ്കിലും ഞാൻ നിങ്ങളോട് ക്ലിയറായിട്ട് ഈ ഒരു പോയിന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയെന്ന് അറിയത്തില്ല. ക്ലിയറായിട്ട് പറഞ്ഞു 23,890 എന്ന് പറയുന്ന മെനിഞ്ഞാന്നത്തെ ഒരു ഹൈ ഉണ്ട്. അതായിരിക്കും സപ്പോർട്ട്. ഇത് പൊട്ടിയാൽ അതായിരിക്കും സപ്പോർട്ട്. നിങ്ങൾ അവിടെ വാച്ച് ചെയ്യണം. അതിനുശേഷം താഴെ പോകണമെങ്കിൽ താഴോട്ട് നേരെ ഇങ്ങ് പോരും, 23,800 പോരും. ഇല്ലെങ്കിൽ ഇവിടെ തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നു പറയും. ക്ലിയറായിട്ട് ഞാൻ ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോയിട്ട് ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞ വോയിസുകളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇന്ന് രാവിലത്തെ ഫസ്റ്റ് വോയിസ് തന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു. മെനിഞ്ഞാന്നത്തെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ആ ഹൈയിൽ ക്ലോസ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. പലരും ഇവിടെ വന്നപ്പം ട്രേഡ് എടുത്തവരുണ്ട്. ചിലർ 960 മുകളിൽ പോയപ്പോൾ ട്രേഡ് എടുത്തവരുണ്ട്. ഇവിടെ എടുത്തവരുണ്ട്, ഈ ഏരിയയിൽ എടുത്തവരുണ്ട്, 960. എനിവേ രണ്ട് കൂട്ടർക്കും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ ചുമ്മാ ഗ്രൂപ്പിൽ ചോദിച്ചപ്പം ഭൂരിഭാഗം പേരും ഹാപ്പിയാണ് എന്നാണ് പറഞ്ഞത്. തുലവും ചുരുക്കം പേർക്ക് മാത്രം സങ്കടമുണ്ട്. എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും ഇന്നത്തെ ദിവസം കാത്തിരുന്ന് കൃത്യമായി എൻട്രി കണ്ടെത്തി ട്രേഡ് എടുത്തവർക്ക് ഇന്ന് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ടിട്ട് ഒരു സംഗതി പറഞ്ഞായിരുന്നു. ക്ലിയറായിട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അത് മാർക്കറ്റിൽ സംഭവിക്കുകയും ചെയ്തു. കാരണം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നതെങ്കിലും പല സ്ഥലങ്ങളിലും പുട്ട് അഡീഷൻസ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ പുട്ട് ആഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പതുക്കെ നടന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇത് നാളുകളായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ചാർട്ടുകൾ വാച്ച് ചെയ്യുകയും ഓപ്പൺ ഇൻട്രസ്റ്റിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഓക്കെ, ആ സബ്ജക്റ്റ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് 24,000 നമ്മൾ ടച്ച് ചെയ്തു. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,000 ആയിരുന്നു. എന്തായാലും 24,000 ടച്ച് ചെയ്തു, ഇല്ലേ? മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്ത് 995 ക്ലോസ് ചെയ്തെങ്കിലും നമുക്കത് 24,000 കൺസിഡർ ചെയ്യാം. അപ്പോൾ നാളത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് 24,000 മുകളിൽ ഓപ്പണിങ് കിട്ടണം. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 24,000 മുകളിൽ നമുക്ക് ഓപ്പണിങ് കിട്ടിയാലാണ് നമുക്കൊരു പ്രതീക്ഷ ഫർദറായിട്ട് മുകളിലോട്ടുള്ളത്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ അടിച്ച് നിലം പരിശാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തായാലും പതുക്കെ വെച്ച് കെട്ടി എഴുന്നേറ്റ് 2 ക്രച്ചസയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 4 കാല് വേണമല്ലോ. 4 കാലിൽ നിൽക്കാൻ പാകമായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം എന്നാണ് ഞാൻ ആ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. വേറെ നിങ്ങളൊന്നും ഉദ്ദേശിക്കരുത്. അപ്പോൾ നാളത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 ആയിരിക്കണം നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ കടമ്പ. ഓക്കെ, ഈ 24,000 മുകളിൽ നമുക്ക് ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് 24,024 24,080 ഇടയ്ക്ക് ഓപ്പണിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സോണാണ്. ഈ ഏരിയയിൽ നമുക്ക് ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ ഒരു 19 പോയിൻറ്റിൻ്റെ ഒരു ഓപ്പണിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോണായിരിക്കും. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് താഴോട്ട് വരുമ്പം 24,000 എന്ന സപ്പോർട്ട്, ഓക്കെ, 24,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഏരിയയിൽ. മനസ്സിലായോ? നമുക്ക് പക്ഷേ ഓപ്പണിംഗ് ഇവിടെ കിട്ടണം. ഓപ്പണിംഗ് ഇതിനകത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 24,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ രാത്രിയിലെ സംഭവവികാസങ്ങളൊന്നും നമുക്കറിയത്തില്ല. നിലവിൽ ക്രൂഡിൻ്റെ പ്രൈസൊക്കെ നമുക്ക് നേരെ താഴെ വന്നു 83 റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴും ഹോർമൂസിലെ പ്രശ്നം സോൾവ് ആയിട്ടില്ല. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെയും വായിച്ചു, ഒരു ഷിപ്പിന് അവരുടെ മൈനിൽ തട്ടി ഷിപ്പ് പൊട്ടിത്തെറിച്ചു എന്ന് ഞാനൊരു വാർത്ത വായിച്ചു. അപ്പം ഹോർമൂസ് ഇപ്പോഴും സേഫ് അല്ല.
സേഫ് അല്ല. ഇപ്പോൾ ഈ ഒരു 2 ദിവസം യുദ്ധം നടക്കാത്തത് കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കാത്തത് കൊണ്ട് ക്രൂഡ് താന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു ടെമ്പററി ഒരു ശമനം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴും ഹൊർമൂസിലെ പ്രശ്നം പെർമനൻ്റ് ആയിട്ട് എന്തായിട്ടില്ല, സോൾവ് ആയിട്ടില്ല. അത് പെർമനൻ്റ് ആയിട്ട് സോൾവ് ആയെങ്കിൽ മാത്രമേ ക്രൂഡ് 80 താഴെ പോകണം. 80 താഴെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥായിയായ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും നിഫ്റ്റി പിടിച്ചു നിർത്തിയത് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നാളെ വാച്ച് ചെയ്യേണ്ടത് ITA റിലയൻസിനെ ആണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് ഞാൻ ICC ആണ് ക്ലിയർ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ട്രേഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് IT സെക്ടർ നല്ലൊരു ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത്. അതുപോലെ തന്നെ റിലയൻസ് ഫ്ലാറ്റായിരുന്നു, HDFC ഫ്ലാറ്റായിരുന്നു, ICICI ലാസ്റ്റ് മൊമെൻറ്റിലൊന്ന് മിന്നിച്ചു. ബാക്കി എല്ലാവരും പറയുന്ന ഇൻഫീം CTCS ഇവർ രണ്ടുപേരുമാണ് നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. അപ്പം അതുകൊണ്ടാണ് ഒരു 150 പോയിൻറ്റ് 228 പോയിൻറ്റ് 200 ലാസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ വരെ 150 പോയിൻ്റ് ആയിരുന്നു. അതിന് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഒരു മുന്നേറ്റം അങ്ങനെ ഉണ്ടായത്. അപ്പം എന്തായാലും നാളെ നമുക്ക് വീണ്ടും വാച്ച് ചെയ്യാനുള്ളത് റിലയൻസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിലയൻസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നാളെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ITA നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇവർ രണ്ടുപേരെ വേണം നിങ്ങൾ വാച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഇപ്പം വീണ്ടും ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നെഗോഷിയേഷൻസ് ഒന്നും പോകുന്നില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല, കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിന് പ്രതികരണമൊന്നും അമേരിക്കയുടെ ഭാഗത്ത് വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്കകത്ത് ഭയങ്കര കോളിളക്കം നടക്കുന്നുണ്ട്. യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റേർണലി അവിടെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം കാരണം ധാരാളം പട്ടാളക്കാർ മരിച്ചു, ധാരാളം പട്ടാളക്കാർക്ക് പരിക്ക് പറ്റി, ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കെടുപ്പ് നടത്തുമ്പം മൊത്തത്തിൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് പേഴ്സണലി ലാഭം ഉണ്ടായി കാണും. പക്ഷേ അമേരിക്കയ്ക്ക് മൊത്തത്തിൽ ഇത് നഷ്ടക്കച്ചവടം ആണ് എന്നാണ് അവിടുത്തെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും 2 ദിവസം അടിയില്ലാത്തതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നത്. നാളെ മാർക്കറ്റിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, അറ്റ് പ്രസൻറ്റ് ഇപ്പം മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത് ആ രീതിയിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെറിയൊരു നെഗറ്റീവ്സാണ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ 600 പോയിൻറ്റ് വരെയൊക്കെ മുകളിലോട്ട് പോയ പോക്ക് അതുപോലെ തന്നെ നേരെ തിരിച്ച് താഴോട്ട് വരുവാണ്. അപ്പം ഇനിയും എന്താണ് രാത്രിയിലെ എല്ലാ ഡയലോഗുകളിലും വന്നോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും രാത്രിയിലത്തെ ഡൗ ജോൺസിനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഈ പറയുന്ന പോലെ തന്നെ ഈ ഗ്യാപ്പ് അപ്പ് നിലനിർത്തുവാണ്. ഈ ഗ്യാപ്പ് അപ്പ് ഇത്രയും കയറിയില്ല, ഒരു 600 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായിരുന്നത്. ഈ ഗ്യാപ്പ് അപ്പ് തന്നെ തിരിച്ചിവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിഫ്റ്റിക്ക് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. തിരിച്ച് കയറിയാൽ ഇതിപ്പോൾ നേരെ തിരിച്ച് താഴോട്ട് വരുവാണ്. അപ്പോൾ ഈ ഓപ്പണിങ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൗ ജോൺസിനകത്തിൽ ഈ ഓപ്പണിങ് തിരിച്ച് മേലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് പ്രതീക്ഷ ഉണ്ട്. ഇത് കയറിയില്ല എന്നുണ്ടെങ്കിൽ തദൈവമായിരിക്കും വീണ്ടും 24,000 താഴെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്. ബാക്കി വേറെ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട്. കാരണം മാർക്കറ്റിൻ്റെ മുന്നിൽ അൺസർട്ടനിറ്റി ധാരാളമുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും മാർക്കറ്റിന് അൺസർട്ടനിറ്റി ഇഷ്ടമല്ല അല്ലേ. ഏതെങ്കിലും ദിശയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ബോധബലമായിട്ടുള്ള ഘടകങ്ങൾ മാർക്കറ്റിൽ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ മാർക്കറ്റ് ഇങ്ങനെ ആടിക്കളിച്ച് പ്രീമിയം ഒരുക്കി തീർക്കത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് 24,000 മുകളിൽ ഓപ്പണിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ മുകളിലോട്ടുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് 23,800 വരാനുള്ള ടെൻഡൻസി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. മറ്റേ കാളയുടെ തല്ലി ഒടിക്കുകയോ ഇല്ലെന്നുള്ളത് നാളെ നമുക്ക് അറിയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. വേറെ മറ്റ് നിഫ്റ്റിയെ പറ്റി, മിഡ് ക്യാപ്പിനെ പറ്റി, ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു 400 പോയിൻറ്റ് കയറി വീണ്ടും നമ്മളുടെ 56,759 ലെവലിൽ എങ്ങോട്ടും പോയില്ല. മാർക്കറ്റ് അവിടെ തന്നെ ആടിക്കളിച്ച് നിൽക്കുകയായിരുന്നു. മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിലും ഈ പറയുന്ന പോലെ തന്നെ ഇത് നോക്കിക്കേ, ഗ്യാപ്പപ്പിന് ശേഷം എങ്ങോട്ടും പോയില്ല. അതേ പോയിന്റ് തന്നെ നമ്മൾ വരച്ച വരയിൽ തന്നെ 14,590 എന്ന് പറഞ്ഞാൽ ആ വരയിൽ തന്നെ എന്ത് ചെയ്യും, മിഡ് ക്യാപ്പും നിൽക്കുമായിരുന്നു. കാരണം മാർക്കറ്റ് എങ്ങും പോയില്ല. കാരണം ദിശാബോധം ഇല്ലാതെ നിൽക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇന്നത്തെ ഡൗ ജോൺസ്, ഇന്നത്തെ US മാർക്കറ്റിൻ്റെ
ഗതി അനുസരിച്ചിരിക്കും നാളെ നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്പണിങ്. എന്തായാലും രാത്രിയിൽ നിങ്ങൾ ജസ്റ്റ് US മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഞാൻ ADR ഒന്നും നോക്കിയില്ല, ജസ്റ്റ് നമുക്ക് ADR ഒന്ന് നോക്കാം. ADRൽ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ADRൽ ഇന്നും ഇൻഫി 2.66% പോസിറ്റീവിലാണ്. HDFC ബാങ്ക് ഫ്ലാറ്റാണ്. വിപ്രോ 2%, ICICI 1%. ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് ADRകൾ. പക്ഷേങ്കിൽ നാളെ രാവിലെ വരെ സമയമുണ്ട്, നേരം വെളുക്കാൻ ഇനിയും, സൂര്യൻ ഉദിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് രാത്രിയുടെ US മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ വരെ കാക്കുക, സമാധാനത്തോടെ ഉറങ്ങുക. നിങ്ങളുടെ കയ്യിൽ CA PA ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനക്കേട് വരും. ഒന്നുമില്ലാത്തവന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് നാളെ രാവിലെ നോക്കാം. നാളെ എക്സ്പയറി ഡേ ആണ്. നാളെ അതാദ്യം ശ്രദ്ധിക്കുക. നാളെ എക്സ്പയറി ഡേ നമ്മുടെ മന്ത്ലി എക്സ്പയറിയാണ്, സ്റ്റോക്കുകളുടെ എക്സ്പയറിയാണ്. ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും മാർക്കറ്റ്. പല സ്റ്റോക്കുകളിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മന്ത്ലി എക്സ്പയറിയാണ്, വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. കഴിവത് നിങ്ങൾ 2 എക്സ്പയറി മാറി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലരും അങ്ങനെയാണ് ട്രേഡ് ചെയ്ത്. അപ്പോൾ പലർക്കും നല്ല അനുഭവമായിരുന്നു. സാറേ ഇത് കൊള്ളാമല്ലോ പരിപാടി എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. എനിവേ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളത്തെ ദിവസം എക്സ്പയറി മാറി ട്രേഡ് ചെയ്യുക. അവസരം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നാളെ അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.